റോമിലാ താപ്പർ ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്, തെക്കേ ഇന്ത്യയിൽ നിന്ന് ഗംഗാതടം വരെ പടയോട്ടം നടത്തി അവിടെ നിന്ന് തിരിച്ചു വന്ന, അവിടം വരെ കീഴടക്കി തിരിച്ചു വന്ന ചോളൻ, ആ ചോളന്റെ ചരിത്രം ഇന്ത്യ ചരിത്രത്തിൽ ഒരു പേജിൽ അവസാനിക്കും. അതേസമയം ചാലൂക്യന്മാർ അല്ലെങ്കിൽ മറ്റേ ഗംഗാതടങ്ങളിലെ ആര്യന്മാരുടെ വരവ്, കുടിയേറ്റം, ഇതൊക്കെ എത്ര എഴുതിയാലും തീരെയുമില്ല. എല്ലാ ഘട്ടത്തിലും ഈ പ്രശ്നമുണ്ട് കേട്ടോ. ഈ ഇന്ത്യ എന്ന് നമ്മൾ പൊതുവെ പറയുമെങ്കിലും ആരുടെ ഇന്ത്യയാണ്? കേരളം എന്ന് പറയുമെങ്കിലും ആരുടെ കേരളമാണ്? മനുഷ്യൻ എന്ന് പറയുമെങ്കിലും ആരാണ് മനുഷ്യൻ? ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആരാണ് ഈ മനുഷ്യൻ? നമ്മൾ കേൾക്കുമ്പോൾ നല്ല കൗതുകമുള്ള മുദ്രാവാക്യമാണല്ലോ, മനുഷ്യനാണ് മാനദണ്ഡം, മാൻ ഈസ് ദ മെഷർ. 19-ാം നൂറ്റാണ്ടിൽ ഹ്യൂമനിസ്റ്റുകൾ പറഞ്ഞ ആശയമാണ് മാൻ ഈസ് ദ മെഷർ ഓഫ് ഓൾ തിങ്സ്. അത് നല്ല സന്തോഷമാണ്. പക്ഷെ ആരെയാണ് ഈ മനുഷ്യനായിട്ട് കാണുന്നത്? ആഫ്രിക്കക്കാരെ കൂട്ടിയിരുന്നോ? ഞാൻ കൗതുകമുള്ളൊരു കാര്യം പറയാം. 18-ാം നൂറ്റാണ്ട് ഒടുവിലും 19-ാം നൂറ്റാണ്ട് ആദ്യവുമായിട്ട് ജ്ഞാനോദയം എന്താണെന്ന് വിശദീകരിച്ചൊരു മഹാചിന്തകനുണ്ട്, ഇമ്മാനുവൽ കാന്റ്. വാട്ട് ഈസ് എൻലൈറ്റൻമെന്റ് എന്നത് അദ്ദേഹത്തിന്റെ പുസ്തകമാണ്, പ്രബന്ധമാണ്, ചെറിയൊരു പ്രബന്ധം. അതിലാണ് എന്താണ് ജ്ഞാനോദയം അദ്ദേഹം പറയുന്നുണ്ട്. മനുഷ്യന്റെ യുക്തിബോധത്തിന്റെ നിരങ്കുശമായ തടസ്സങ്ങളില്ലാത്ത വിനിയോഗമാണ് ജ്ഞാനോദയം. മതമോ ജാതിയോ പൗരോഹിത്യമോ അധികാരമോ ഇതൊന്നും മനുഷ്യന്റെ യുക്തിയെ തടയാത്ത മനുഷ്യയുക്തിയുടെ നിരങ്കുശമായ വിനിയോഗമാണ് ജ്ഞാനോദയം എന്ന് പറഞ്ഞ് മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെയും യുക്തിബോധത്തെയും പരമാവധി ഉയർത്തിപ്പിടിച്ച ഇമ്മാനുവൽ കാന്റ് പക്ഷേ നീഗ്രോകൾ മനുഷ്യരാണ് എന്ന് കരുതിയിരുന്നില്ല. അദ്ദേഹം കരുതിയത് നീഗ്രോകൾ മൃഗങ്ങളാണ് എന്നാണ്. അതുകൊണ്ട് നല്ല കനമുള്ള ചൂരൽ കൊണ്ട് നീഗ്രോകളെ തല്ലണം എന്നും എഴുതിയ ആളാണ് ഇമ്മാനുവൽ കാന്റ്. ഇത് അതായത് ഈ മനുഷ്യൻ മനുഷ്യൻ എന്ന് പുറമേ പറയണ കേട്ട് നമ്മൾ ചാടി പുറപ്പെടരുത്. കാരണം ഇത് നമ്മളെ കൂട്ടിയിട്ടില്ല. ഇത് ഈ മറ്റേ പെർ ക്യാപിറ്റ ഇൻകം കണക്കാക്കുമല്ലോ, പ്രതിശീർഷ വരുമാനം എന്ന് പറഞ്ഞൊരു തമാശയുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാൽ ഇന്ത്യയിലുള്ള മുഴുവൻ സമ്പത്തും കൂട്ടിയിട്ട് ഇന്ത്യക്കാരെ കൊണ്ട് ഹരിക്കും. 130 കോടി ആളുകളെ കൊണ്ട് ഹരിക്കും. ഹരിക്കുമ്പോൾ മാത്രമേ നിങ്ങളുള്ളൂ, കാശ് നിങ്ങളുടെ കയ്യിലല്ല, കാശ് വേറെ ആരുടെ കയ്യിലാണ്, ഹരിക്കാൻ മാത്രമേ നമ്മളെ കൂട്ടുള്ളൂ. അപ്പൊ പ്രതിശീർഷ വരുമാനം 1 ലക്ഷം റുപ്യ എല്ലാ ഇന്ത്യക്കാർക്കും. ഇന്ത്യക്കാരുടെ സ്ഥിതി എന്താ? 1 റുപ്യയുടെ അരി വാങ്ങാനായിട്ട് പോലും വകയില്ല. പക്ഷെ കണക്ക് നോക്കിയാൽ 1 ലക്ഷം റുപ്യ. പഴയ നമ്പൂരിയുടെ കഥ പോലെ പെട്ടി കള്ളം കൊണ്ടുപോയാലും താക്കോൽ എൻ്റെ കയ്യിലാന്ന് പറഞ്ഞൊരു നമ്പൂരി ഉണ്ടല്ലോ. ഈ മട്ടിലുള്ള കുറേ സൂചികകൾ കൊണ്ടാണ് നമ്മൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് പോലും. പ്രതിശീർഷ വരുമാനം വർദ്ധിച്ചു, അംബാനിയുടെ കയ്യിൽ കാശ് കൂടിയെന്നാ, പക്ഷെ കണക്ക് പറയുന്നത് പ്രതിശീർഷ വരുമാനം വർദ്ധിച്ചു എന്നാ. ഇപ്പൊ വേൾഡ് വെൽത്ത് റിപ്പോർട്ട് വന്നല്ലോ. അപ്പൊ എന്താണ്? 2014 ഉണ്ടായിരുന്നതിനേക്കാൾ 14% സ്വത്ത് കൂടിയിരിക്കുന്നു ഇന്ത്യയിലെ അതിസമ്പന്ന ന്യൂനപക്ഷത്തിന്. 14%, 2 കൊല്ലം കൊണ്ട്. അച്ഛാദിനായക ഇങ്ങനെ കൂടിയിരിക്കുന്നു. പക്ഷേ കണക്കെടുക്കുമ്പോൾ എന്തുവരും? ഈ കൂടിയ സ്വത്ത് 130 കോടി ജനങ്ങളുടെ പേരിൽ വീതിക്കുമ്പോ 2014 പ്രതിശീർഷ വരുമാനം 80,000 റുപ്യായിരുന്നു, ഇപ്പോൾ 1 ലക്ഷം റുപ്യായിരിക്കുന്നു. എന്തൊരു വളർച്ചയാണ്! നമ്മള് പണ്ട് സായിനാഥ് പറയുന്ന പി സായിനാഥ് ഉണ്ടല്ലോ, അദ്ദേഹം പറയുന്നുണ്ട്, ഈ സുനാമി വന്ന് 10,000-കണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെട്ടിട്ട് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഓഹരികളുടെ വില 1 പോയിന്റ് പോലും താണില്ല. മുകേഷ് അംബാനി അനിൽ അംബാനിയും തമ്മിൽ പിണങ്ങിപ്പിരിഞ്ഞ അന്ന് 300 പോയിന്റ് താണു. ഈ സാധനത്തെ കൊണ്ടാണ് നിങ്ങൾ സാമ്പത്തിക മാനദണ്ഡം ഉണ്ടാക്കുന്നത്. നിങ്ങൾ മരിച്ചാൽ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അറിയില്ല. നിങ്ങൾ മരിച്ചാലല്ല, മഹാഭൂരിപക്ഷം പേര് മരിച്ചാലും 95% പേര് മരിച്ചാലും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ഒന്നും സംഭവിക്കില്ല. ഇങ്ങനെ ഒരു മാനദണ്ഡം കൊണ്ട് നമ്മുടെ സമൂഹത്തിന്റെ പുരോഗതി അളന്നാൽ പിന്നെ എങ്ങനെ നമ്മൾ പുരോഗമിക്കും? അതുകൊണ്ട് ഈ സൂചികകൾ തന്നെയാണ് പ്രശ്നം. ഞാൻ ഈ മനുഷ്യനാണ് പ്രശ്നം എന്ന് പറയായിരുന്നു. ഇപ്പൊ ആഫ്രിക്കക്കാർ ഉന്നയിക്കുന്ന ചോദ്യം, സ്ത്രീകൾ ഉന്നയിക്കുന്ന ചോദ്യം, ദളിതരും ആദിവാസികൾ ഉന്നയിക്കുന്ന ചോദ്യം, നിങ്ങൾ മനുഷ്യരെ കുറിച്ച് പറയുന്നു, അതിൽ ഞങ്ങളുണ്ടോ? നിങ്ങളുടെ ഈ മാതൃകയിൽ ഞങ്ങൾ പെട്ടോ? കറുത്തവരാണോ? സ്ത്രീയാണോ? ദളിതനാണോ? ആദിവാസിയാണോ? വനവാസിയാണോ? നോക്കൂ, വനവാസി കാട്ടി കഴിയുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് നിയമം വന്നത്, കാട് സർക്കാർ ഭൂമിയാണ്. അപ്പൊ ആദിവാസി ആരായി? വനവാസി ആരായി? ട്രസ്പാസർ.
ട്രസ്പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ്. വെറുതെ ഇരിക്കുമ്പോൾ കുറ്റവാളിയായിപ്പോയി. ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു, ഒരു ദിവസം കാലത്ത് എഴുന്നേറ്റപ്പോൾ കുറ്റവാളിയാണ്. ഇങ്ങനെയാണ് നിയമം ഉണ്ടായത്, ഇല്ലേ? ക്രിമിനൽ ട്രൈബ്സ് എന്ന് പറഞ്ഞല്ലോ, കുറ്റവാളി ഗോത്രങ്ങൾ. എന്താണ് ചെയ്തത്? കാടിൽ പാർക്കുകയായിരുന്നു, കാടിൽ ജീവിക്കുകയായിരുന്നു. ഒരു ദിവസം നിയമം കൊണ്ടുവന്നു, നിങ്ങൾ കുറ്റവാളിയാണ് എന്ന് പറഞ്ഞു. ഇമാതിരി എന്തെല്ലാം വൈചിത്ര്യങ്ങൾ.